ഈ പുഴയും കടന്ന് ഇനി വരാൻ പോകുന്ന വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ ഭൂമിയുടെ വീട്ടിലെത്തിയ അഞ്ജനയായിട്ട് ഭൂമി വഴക്കുണ്ടാക്കുകയാണ്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഭവാനിയും വരുന്നുണ്ട്. അപ്പം അഞ്ജന പറയുന്നുണ്ട്, നിൻ്റെ അമ്മയ്ക്ക് ഏതോ ഒരു കാമുകനുണ്ടെന്നും അവർ തമ്മിൽ അരുതാത്ത കണ്ടിട്ടാണ് നിൻ്റെ അച്ഛൻ ഇടപെട്ടെന്നും അങ്ങനെയാണ് നിൻ്റെ അമ്മ കൊന്നതെന്നൊക്കെ നാട്ടിലൊരു സംസാരം ഉണ്ടെന്ന് പറയാണ്. അപ്പം ഭവാനിയും അതുപോലെ തന്നെ പറയുമ്പം ഭൂമി പറയുന്നുണ്ട്, നിങ്ങളുടെ സ്വഭാവം നിങ്ങളിവിടെ വിളമ്പല്ലേ, നിങ്ങൾ രണ്ടുപേരും മാത്രമേ അങ്ങനെ പറയത്തുള്ളൂ, ബാക്കി എല്ലാവർക്കും അറിയാം എൻ്റെ അച്ഛനെ കൊന്നത് എൻ്റെ അമ്മയല്ലെന്ന്, പിന്നെ നിങ്ങൾക്ക് വായി തോന്നുന്ന എന്തും വിളിച്ച് പറയാമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ അഞ്ജന പറയുന്നുണ്ട്, നിനക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ നിൻ്റെ അമ്മ ജയിലിലായതിന്, നിൻ്റെ അച്ഛൻ മരിച്ചതിന്, അതുകൊണ്ടല്ലേ നീ കണ്ടവൻ്റെ പുറകെ ഇങ്ങനെ നടക്കുന്നതെന്ന് പറയാണ്. അതുകൊണ്ടല്ലേ അജയുടെ പുറകെ നീ ഇങ്ങനെ നടക്കുന്നതെന്ന് അഞ്ജന ചോദിക്കുന്നുണ്ട്. അപ്പം ഭൂമി പറയുന്നുണ്ട്, എൻ്റെ വിഷമം എൻ്റെ ഉള്ളിലുണ്ട്, അത് ഞാൻ മറ്റാരെയും കാണിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇത് കേൾക്കുമ്പം വീണ്ടും ഭവാനി പറഞ്ഞു, നിൻ്റെ ഉള്ളിൽ ഒരു വിഷമവും ഇല്ല, നിനക്ക് ഇങ്ങനെ നടന്നാലല്ലേ എല്ലാവരെയും വിളിച്ച് വീട്ടിലേക്ക് കയറ്റാൻ പറ്റൂ. ഇപ്പോൾ നിനക്ക് ആരെയും പേടിക്കേണ്ട, ആരെയും വേണമെങ്കിലും ഏത് പാതിരാത്രിക്ക് വേണമെങ്കിലും വിളിച്ച് വീട്ടിൽ കയറ്റാമെന്നും പറയുന്നുണ്ട് ഭൂമിയെടുത്ത്. ഇത് കേൾക്കുമ്പോൾ ഭൂമിക്ക് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. അപ്പം കയ്യിലിരുന്ന വടി ദേഷ്യം താഴെയിട്ടിട്ട് പറയുന്നുണ്ട്, ഇനി ഇവിടെ നിന്ന് എന്തെങ്കിലും ഒരു അക്ഷരം മിണ്ടിയാലെന്നും പറഞ്ഞുകൊണ്ട് ഭൂമി ഭയങ്കരമായിട്ട് ചൂടാവുന്നുണ്ട്. അപ്പം അഞ്ജനയെടുത്ത് ഭവാനി പറയുന്നുണ്ട്, വാ മോളെ, എന്തിനാ ഇവളോട് കടന്ന് സംസാരിക്കാൻ നിൽക്കുന്നത്, ഇവിടെ അമ്മയുടെ സ്വഭാവം വലിയ കാണിക്കത്തുള്ളൂ, അവളുടെ അമ്മ എങ്ങനെയാണെന്ന് ഇപ്പം എല്ലാവർക്കും അറിയാം. അപ്പം അഞ്ജന വന്ന് ഭൂമിയെടുത്ത് പറയുന്നുണ്ട്, ഇനി നീ എൻ്റെ അജയുടെ പുറകെ എങ്ങനെ നടന്ന് ഞാൻ അറിഞ്ഞ നിൻ്റെ അമ്മയുടെ സ്വഭാവം എൻ്റെ അജയെടുത്ത് നീ കാണിക്കാനിരിക്കല്ലേ എന്നൊക്കെ ഭയങ്കര മോശമായിട്ടും അഞ്ജന പറഞ്ഞിട്ട് രണ്ടുപേരും അടുത്ത് പോരുങ്ങുമ്പോൾ ഉടനെ ഭൂമി വിളിച്ചിട്ട് പറയാണ്, അഞ്ജന ഒന്ന് നിന്നേ എന്ന് പറയാണ്. അപ്പം അവർ രണ്ടുപേരും തിരിഞ്ഞിരിക്കുകയാണ്. അപ്പം ഭൂമി എന്തോ ആലോചിച്ചിട്ട് അങ്ങോട്ട് വന്നിട്ട് പറയുന്നുണ്ട്, ഇനി നിങ്ങൾക്ക് തക്കതായ മറുപടി തന്നില്ലെങ്കിൽ എൻ്റെ അച്ഛൻ പൊറുക്കത്തില്ലെന്ന് പറയാണ്. അപ്പം ഭവാനി ഇങ്ങനെ ഒരു പുച്ഛത്തോടെ ഭൂമിയെ നോക്കിയിട്ട് എന്താടി എന്ന് ചോദിക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് കൃത്യമായി മറുപടി തന്നില്ലെങ്കിൽ എൻ്റെ അച്ഛൻ എന്നോട് പൊറുക്കത്തില്ലെന്ന് പറയാണ്. പിന്നെ ഇത്രയും നാൾ എനിക്ക് അജയെ കല്യാണം കഴിക്കണമെന്ന് ഒരാഗ്രഹവും ഇല്ല, പിന്നെ നിൻ്റെ ജീവിതം നശിപ്പിക്കാനും എനിക്കൊരാഗ്രഹമില്ല, പക്ഷേ ഇനി ഞാൻ അജയെ കെട്ടാൻ തന്നെ തീരുമാനിച്ച്, ഞാൻ അജയെ വിവാഹം കഴിക്കാൻ തന്നെ തീരുമാനിച്ച്, നിനക്ക് എന്താ ചെയ്യാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്ന് ഭൂമി വെല്ലുവിളിക്കുകയാണ് അഞ്ജനെ. പെട്ടെന്ന് അഞ്ജനയും ഭവാനി ഒരേപോലെ ഞെട്ടുന്നുണ്ട്. അപ്പോൾ ഭവാനി തിരിച്ച് ഭൂമിയെടുത്ത് ചോദിക്കണം, നീ എന്താടി പറഞ്ഞത്, ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ, ഞാൻ അജയ് സാറിനെ കെട്ടാൻ തന്നെ തീരുമാനിച്ച്, നിങ്ങളുടെ മോക്ക് വേണ്ടി ഉറപ്പിച്ച് ആ ചെറുക്കനെ തന്നെ ഞാൻ വിവാഹം കഴിക്കാൻ തീരുമാനിച്ച്, നിങ്ങൾക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും നിങ്ങളങ്ങ് ചെയ്യാൻ പറയുകയാണ് ഭൂമി. അപ്പം ഭവാനി പറയുന്നുണ്ട്, നീ എന്താ പറയുന്നത് നിനക്കറിയാവോ, ഇത്രയ്ക്ക് അഹങ്കാരമാണ് നിനക്ക്, എൻ്റെ മോളുടെയും അജയുടെയും വിവാഹം തീരുമാനിച്ചത് സൗഭാഗ്യപുരത്തെ മുത്തശ്ശിയാണ്, അപ്പം ആ വിവാഹം നടക്കുക തന്നെ ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഭൂമി പറയുന്നുണ്ട്, ആര് ഇനി അത് ഉറപ്പിച്ചാലും എൻ്റെയും അജയുടെയും തന്നെ വിവാഹം നടക്കും, നിങ്ങളെ ഒരിക്കലും ദ്രോഹിക്കണമെന്നോ അഞ്ജനയെ വിഷമിപ്പിക്കണമെന്നോ ഞാൻ ഇതുവരെ തീരുമാനിച്ചില്ല, പക്ഷേ ഇത്രയും വന്ന് എന്നോട് പറഞ്ഞ് നിങ്ങളെ വെറുതെ വിടാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല, അതുകൊണ്ട് അജയ് ഞാൻ വിവാഹം കഴിക്കാൻ തന്നെ തീരുമാനിച്ചു, നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത് ഞങ്ങൾ ചെയ്യാൻ പറയണം. അപ്പോഴത്തേക്ക് അഞ്ജന ഒന്നും മിണ്ടാതെ വിഷമിച്ചിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഭവാനിയാണെങ്കിൽ അഞ്ജനയും വിളിച്ചുകൊണ്ട് അങ്ങ് പോവുകയാണ്. രണ്ടുപേരും നന്നായിട്ട് ഭയന്നിട്ടുണ്ട് ഭൂമിയുടെ ആ വാക്കുകളൊക്കെ കേട്ടപ്പോൾ. അതിനുശേഷം ഭൂമിയാണെങ്കിൽ അജയ് വിളിക്കുന്നുണ്ട്, സാറിനെ എനിക്കൊന്ന് കാണണം, അത്യാവശ്യം ആൽഫ്രഡ് സാറിനെയും കൂടെ വിളിച്ചോ, രണ്ടുപേരെയും കാണണം. അപ്പം എവിടെ വെച്ച് കാണാൻ പറ്റുമെന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ സ്ഥലമൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ അജയും ആൽഫ്രഡും കൂടെ എത്താം എന്ന് ഭൂമിക്ക് ഉറപ്പ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും പറഞ്ഞ സ്ഥലത്തേക്ക് ഭൂമി ചെല്ലുകയാണ്. അപ്പോൾ ഭൂമി കുറച്ച് വിഷമത്തോടെയൊക്കെയാണ് ചെല്ലുന്നത്, എന്നാലും ഭവാനിയെയും അഞ്ജനയും അങ്ങനെ വെറുതെ വിടാൻ തീരുമാനിച്ചിട്ടില്ല. അങ്ങനെ അജയ് പറഞ്ഞ സ്ഥലത്തേക്ക് ഭൂമി ചെല്ലുകയാണ്. ഭൂമി ചെല്ലുമ്പം തന്നെ ഭയങ്കര സന്തോഷമാവുന്നുണ്ട് അജയ്ക്കും ആൽഫ്രഡും. എന്താ ഭൂമിക്ക് ഞങ്ങളെ കാണണമെന്ന് പറഞ്ഞത്, അത് ഞാനൊരു കാര്യം തീരുമാനിച്ച്, അന്ന് സാറിനോട് പറഞ്ഞല്ലോ, സാറ് പറഞ്ഞ കരാർ വിവാഹം, അതിൽ നിന്ന് ഞാൻ പിന്മാറുവാണെന്ന് സാറിനോട് ഞാൻ പറഞ്ഞില്ലേ. അപ്പം ആൽഫ്രഡ് ചോദിക്കുന്നുണ്ട്, എന്താ ഭൂമി ആ തീരുമാനത്തിന് എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഭൂമി ഇങ്ങനെ ആലോചിച്ചിട്ട് പറയാണ്, ഈ കരാർ വിവാഹം ജീവിതത്തിൽ ഒരിക്കൽ മാത്രം നടക്കുന്ന കാര്യമാണ് വിവാഹം, ഈ കരാർ വിവാഹത്തിനോട് എനിക്കൊരു താല്പര്യവുമില്ല, ഒരാളെ ചതിക്കുന്നതിനോട് എനിക്കൊരു താല്പര്യമില്ല, പക്ഷേ ഇപ്പം എൻ്റെ ആ തീരുമാനം മാറ്റാൻ തീരുമാനിച്ചു എന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോൾ അജയ്ക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അജയ് ചോദിക്കുന്നുണ്ട്, എന്താ ഭൂമി പറഞ്ഞു വരുന്നത്, എന്നായിട്ടുള്ള കരാർ വിവാഹത്തിന് സമ്മതമാണെന്നാണോ. അപ്പം ഭൂമി പറയുന്നുണ്ട്, അതെ, സാറുമായിട്ടുള്ള എൻ്റെ കരാർ വിവാഹത്തിന് ഞാൻ സമ്മതമാണ്, പക്ഷേ ഒരു കാര്യം, അതിനപ്പുറത്തേക്ക് ദാമ്പത്യ ജീവിതം നമ്മൾ തമ്മിൽ ഉണ്ടാവത്തില്ല എന്ന് ഭൂമി അജയ്ക്ക് എടുത്ത് പറയണം. അപ്പോൾ അജയ് പറയാണ്, ഓക്കെ, ഭൂമി പറയുന്നത് പോലെ തന്നെ നമ്മൾ തമ്മിൽ
വെറും കരാർ ഭാര്യയും ഭർത്താവും മാത്രമായി നമ്മൾ മുന്നോട്ട് പോകും. മറ്റുള്ളവരുടെ മുന്നിൽ നമ്മൾ ഭാര്യയും ഭർത്താവും. നമുക്കറിയാലോ നമ്മൾ നല്ല കൂട്ടുകാരാണെന്ന്. അങ്ങനെ തന്നെ നമുക്ക് മുന്നോട്ട് പോവാം എന്ന് അജയ് ഉറപ്പ് കൊടുക്കുകയാണ്. അപ്പോൾ ഭൂമിയാണെങ്കിൽ ഇങ്ങനെ ആലോചിച്ചിട്ട് പറയുന്നുണ്ട്, ഇങ്ങനൊരു വിവാഹമോ ഇങ്ങനൊരു ചിന്തയോ എൻ്റെ മനസ്സിലില്ല. പക്ഷേ ആ തീരുമാനങ്ങളൊക്കെ മാറ്റേണ്ട പല സാഹചര്യം ഉണ്ടായി. അതുകൊണ്ട് സാറ് പറഞ്ഞ ആ തീരുമാനത്തിന് ഞാൻ സമ്മതിച്ചിരിക്കുകയാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഒരു ദാമ്പത്യം നമ്മൾ തമ്മിൽ ഒരിക്കലും ഉണ്ടാവത്തില്ല എന്ന് പറയാണ്. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ആൽഫ്രണ്ടിന് നല്ല സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ അജയും ഭൂമിയും കൂടെ ആ കരാർ ഉറപ്പിക്കുകയാണ്. കൈ കൊടുത്ത് രണ്ടുപേരും ഉറപ്പിക്കുകയാണ്. ഭാര്യയും ഭർത്താവുമായിട്ട് അഭിനയിക്കാൻ തന്നെ രണ്ടുപേരും തീരുമാനിച്ചിരിക്കുകയാണ്. ആൽഫ്രണ്ടിന് അതൊക്കെ കാണുമ്പോൾ നല്ല സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ ഭൂമി അജയ് വിവാഹം കഴിക്കാൻ പോവുകയാണ്.